നിലവിൽ 10 മുതൽ 12 മണിക്കൂർ വരെ എടുക്കുന്ന തിരുവനന്തപുരം കാസർഗോഡ് യാത്ര കെ റെയിലിൽ 4 മണിക്കൂറായി ചുരുങ്ങുമെന്നാണ് കണക്കാക്കിയിരുന്നത്. റെയിൽ പാതയും സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ച് പുതിയ വികസന മേഖലകൾ രൂപപ്പെടും. തൊഴിലവസരങ്ങൾ ഏറും, റോഡ് അപകടങ്ങൾ കുറയും, കാർബൺ പുറന്തള്ളൽ കുറയും എന്ന് തുടങ്ങി അതിവേഗ പാതയുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റെല്ലാ ഗുണങ്ങളും അന്നും പറഞ്ഞിരുന്നു. പക്ഷേ പുതിയ അതിവേഗ പാതയ്ക്ക് കെ റെയിലിനെ അപേക്ഷിച്ച് ഏറെ മെച്ചങ്ങളുണ്ട്. ഇതിൽ ഒന്ന്, കെ റെയിൽ സംസ്ഥാന സർക്കാരിന്റെ മാത്രം ബാധ്യതയാകുമെന്നായിരുന്നുവെങ്കിൽ പുതിയ പദ്ധതി വരുമ്പോൾ കേന്ദ്രവുമായി തുല്യ പങ്കാളിത്തത്തിലാണ്. രണ്ടാമത്തേത്, ഏറിയ ദൂരം തൂണുകളിലൂടെ പോകുന്ന പാതയായതുകൊണ്ട് തന്നെ കേരളത്തെ രണ്ടായി മുറിക്കും, വമ്പൻ നിർമ്മിതികൾ കൊണ്ട് നീരൊഴുക്ക് തടയും എന്ന് തുടങ്ങിയ ആശങ്കകൾക്ക് പ്രസക്തിയില്ലാണ്ടാവും. മൂന്നാമത്തേത്, വേഗതയും കൂടുതൽ വരുമെന്നുള്ളതാണ്. അപ്പം കെ റെയിലിനേക്കാൾ ഇരട്ടി ചിലവ് വരുന്നൊരു പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നതെങ്കിലും കേന്ദ്രത്തിന്റെ കൂടി പദ്ധതി എന്നൊരു വിശ്വാസ്യതയും സാമ്പത്തിക ഉറപ്പുമൊക്കെ അതിവേഗ പാതയ്ക്കുണ്ട്. ഭൂമിയെ തൊടാതെ, മനുഷ്യരെ മാറ്റി നിർത്താതെ, പാലങ്ങളിലൂടെയും തുരങ്കങ്ങളിലൂടെയും മാത്രം പരിപൂർണമായും നിർമ്മിക്കുന്ന പദ്ധതിയല്ല ഇത്. എല്ലാ വൻ പദ്ധതികളിലും ഒരു വിഭാഗം മനുഷ്യർക്ക് താൽക്കാലികമായെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടാകും, മാറ്റിപ്പാർപ്പിക്കലുകൾ ഉണ്ടാകും, അതിൻ്റെതായ പാരിസ്ഥിതിക പ്രതിഫലനവും ഉണ്ടാകും. എല്ലാ വമ്പൻ ഇൻഫ്രാ പദ്ധതികളും വികസന ആവശ്യകതകളും പാരിസ്ഥിതിക സാമ്പത്തിക ആശങ്കകളും തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രതീകങ്ങൾ കൂടിയാണ്. ഒന്നുറപ്പാണ്, ലോകത്തിന്റെ മുന്നോട്ട് പോക്കിൽ ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളെല്ലാം ആദ്യം തിരഞ്ഞെടുത്തത് അതിവേഗ റെയിൽ സംവിധാനങ്ങളെയാണ്. ജപ്പാനിൽ, ചൈനയിൽ, യൂറോപ്പിലെല്ലാം ഇടുങ്ങി ഞെരുങ്ങി പാതകളും വലിയ യാത്രാ ആവശ്യങ്ങളുമുള്ള കേരളം ഇന്ത്യയിൽ അതിവേഗ റെയിലിന് ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. കെ റെയിൽ ഇടതുപക്ഷ സർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതി ആയിരുന്നത് കൊണ്ട് മാത്രം രാഷ്ട്രീയമായി അതിനെ എതിർത്ത വലിയൊരു വിഭാഗമുണ്ട്. ഭയം, വിശ്വാസക്കുറവ്, എൻ്റെ പറമ്പിൽ കൂടി വരരുത് എന്ന മനോഭാഗം ഒക്കെ കൂടിയാണ് കെ റെയിലിന്റെ വഴിയടച്ചത്. ഇതാ അതിലും മികച്ചൊരു പദ്ധതിക്ക് സാധ്യത വന്നിരിക്കുന്നു. അത് നടപ്പാക്കും മുൻപ് എല്ലാ വശങ്ങളും ശാസ്ത്രീയമായി പഠിക്കുകയും പൊതുജനങ്ങളുടെ അഭിപ്രായം ഗൗരവത്തോടെ പരിഗണിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. പക്ഷേ ആർക്കാണ് ഇത്ര വേഗം പോകേണ്ടത് എന്ന മട്ടിൽ കേവലമായ എതിർപ്പിന് വേണ്ടിയുള്ള എതിർപ്പുകൾ പദ്ധതിക്കെതിരെ ഉയർന്നു വരാതിരിക്കട്ടെ. അതിവേഗ പാത സംഭവിച്ചാൽ ദിവസേന അപ്പമുണ്ടാക്കി വിൽക്കാൻ അന്യജില്ലകളിലേക്ക് യാത്ര ചെയ്യുന്ന തൊഴിലാളികൾക്കും അടിയന്തര ചികിത്സ തേടുന്ന രോഗിക്കും വിദ്യാർത്ഥിക്കും ടൂറിസത്തിനും സേവന വ്യാപാര മേഖലയ്ക്കും എല്ലാം അത് ഉപകാരപ്പെടും. പിന്നെ കേരളം ഒരു നീളം കൂടിയ ഒരു ഭൂപടമാകില്ല, കുറച്ചുകൂടി ചെറുതും ശക്തവുമായ ഒരു ആശയമായിരിക്കും.